നെക്സ്റ്റ് മൊഡ്യൂൾ 3-ക്കകത്ത് നമ്മൾ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് തേർഡ് പോസ്റ്റ് വേൾഡ് വാർ ഓർഗനൈസേഷൻസ്, അതായത് പിന്നെ വേൾഡ് കോപ്പറേഷന് വേണ്ടിയുള്ള സാർക്ക്, ആസിയാൻ, ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി, ഇങ്ങനെയുള്ളതാണ് നമ്മൾ മൊഡ്യൂൾ 3-നകത്ത് നോക്കുന്നത്. അപ്പോൾ പോസ്റ്റ് വേൾഡ് വാർ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ വേൾഡ് വാർ 2-ന് ശേഷം, അതായത് 1945-ന് ശേഷം ഗ്ലോബൽ പവേഴ്സ് എല്ലാം കൂടി ഓർഗനൈസേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തു ഈ ഫ്യൂച്ചർ കോൺഫ്ലിക്റ്റ് ഒക്കെ തടയാൻ വേണ്ടി. യുണൈറ്റഡ് നേഷൻസ് അങ്ങനെയാണ് 1945-ൽ ഫോം ചെയ്തത്. പീസും സെക്യൂരിറ്റിക്കും വേണ്ടിയാണ് ആ ഓർഗനൈസേഷൻ ഫോം ചെയ്തത്. നമ്മൾ വേൾഡ് ബാങ്ക്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതായത് IMF ഒക്കെ ഈ എക്കണോമിക് സ്റ്റെബിലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. അതുപോലെ ഒരെണ്ണം വന്നെയാണ് നാറ്റോ. നാറ്റോ എന്ന് പറയുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനാണ്. 1949-ലാണ് ഫോം ചെയ്തത് ഈ ഡിഫൻസ്, കളക്റ്റീവായിട്ടുള്ള ഡിഫൻസിന് വേണ്ടി. പിന്നെ യൂറോപ്യൻ യൂണിയൻ കൊണ്ടുവന്നു. അതൊക്കെ യൂറോപ്യൻ എക്കോണമീസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. പിന്നെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അതെന്ന് വെച്ചാൽ ഹ്യൂമൻ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി 1948-ൽ കൊണ്ടുവന്നു. പിന്നെ യുനെസ്കോ വന്നു. യുനെസ്കോ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാനും സയൻസും കൾച്ചറൽ കോപ്പറേഷനും വേണ്ടിയാണ്. പിന്നെ ജനീവ കൺവെൻഷൻസ് ഒരുപാട് വന്നു, അതായത് ഈ വാർ ടൈം കോണ്ടാക്റ്റ് ഒക്കെ റെഗുലേറ്റ് ചെയ്യാനും സിവിലിയൻസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ വേണ്ടി. പിന്നെ എന്താണ്, ഈ കോൾഡ് വോർ പോലുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മിലിറ്ററി അലയൻസസിനെയൊക്കെ കൊണ്ടുവന്നു. പിന്നെ ജനറൽ എഗ്രിമെന്റ് ഓൺ ടാരിഫ്സ് ആൻഡ് ട്രേഡ്, ദ ഗാട്ട്, അതെന്ന് പറയുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന് ഗ്രൗണ്ട് വർക്ക് കൊണ്ടുവന്നു. പിന്നെ നോൺ അലൈൻഡ് മൂവ്മെന്റ് ഒക്കെ വന്നു, അതായത് ഈ സൂപ്പർ പവർ കൺട്രീസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി വന്നു, അത് ന്യൂക്ലിയർ എനർജി റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി. കാരണം ഒരുമാതിരിപ്പെട്ട എല്ലാ കൺട്രീസിലും, ഡെവലപ്ഡ് കൺട്രീസിലും ന്യൂക്ലിയർ പവേഴ്സാണ് അവരെല്ലാം. ന്യൂക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ, എനർജി അവർ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ ഒരു വോർ വന്നു കഴിഞ്ഞാൽ ഇതെടുത്ത് പ്രയോഗിക്കുമല്ലോ. അപ്പോൾ അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി. പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 1948-ൽ ഗ്ലോബൽ ഹെൽത്ത് കൺസേണിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ റീജിയണൽ ഓർഗനൈസേഷൻസ് ആയിട്ടുള്ള ആസിയാൻ, ആഫ്രിക്കൻ യൂണിയൻ, ഇതൊക്കെ ലോക്കൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. ഈ ഓർഗനൈസേഷൻ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഗ്ലോബൽ പൊളിറ്റിക്സിനെയും ട്രേഡിനെയും പീസ് എഫേർട്ടിന്, സമാധാനം നിലനിർത്താൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. പിന്നെ ഗ്ലോബൽ കോപ്പറേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡേൺ ചലഞ്ചസിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ നമ്മളെ ഒരുപാട് സഹായിക്കും. ക്ലൈമറ്റ് ചേഞ്ച് എഗ്രിമെന്റ്, അതൊക്കെ എന്ന് വെച്ചാൽ ഗ്ലോബൽ ആക്ഷൻ കളക്റ്റീവായിട്ട് വേണ്ടുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ പാരീസ് എഗ്രിമെന്റ് ഒക്കെ ഒരു ക്ലൈമറ്റ് ചേഞ്ച് എഗ്രിമെന്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ രാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിന്നെ UN, അതായത് യുണൈറ്റഡ് നേഷൻസ്, ആ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ പ്രശ്നങ്ങളൊക്കെ കൺട്രീസ് തമ്മിലുള്ള അതൊക്കെ ഡിസ്പ്യൂട്ടൊക്കെ പരിഹരിക്കാനുള്ളതാണ്. ട്രേഡ് ഓർഗനൈസേഷൻ ആയിട്ടുള്ള WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനൊക്കെ ഫെയർ ആയിട്ടുള്ള രീതിയിൽ ഗ്ലോബൽ കൊമേഴ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നു. പിന്നെന്താണ്, സ്പേസ് എക്സ്പ്ലോറേഷൻ കോർപ്പറേഷൻ ഉണ്ട്, ISS, അതൊക്കെയെന്ന് വെച്ചാൽ ഈ സയന്റിഫിക് കൊളാബറേഷന് വേണ്ടിയുള്ളതാണ്. പിന്നെ ഈ COVID-19 ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്റർനാഷണൽ സോളിഡാരിറ്റി, അതായത് ഗ്ലോബൽ ഹെൽത്ത് ക്രൈസിസ് ആയിരുന്നല്ലോ ഇതൊക്കെ, COVID-19. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത്. പിന്നെ ഇന്റർനാഷണൽ ട്രീറ്റീസ്, ഈ ന്യൂക്ലിയർ ആംസ് കൺട്രോളിനൊക്കെ വേണ്ടിയുള്ളത്. പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ഒരുപാട് ഓർഗനൈസേഷൻസ് വന്നു. ടെക്നോളജിക്കൽ കൊളാബറേഷൻ, സൈബർ സെക്യൂരിറ്റി എഗ്രിമെന്റ്സ്, വേൾഡ് ഫുഡ് പ്രോഗ്രാം ഒക്കെ വന്നു, ഹങ്കർ ഒക്കെ തടയാൻ വേണ്ടി. പിന്നെ ഒരുപാട് ഡെവലപ്ഡ് നേഷൻസിൽ നിന്ന് പൂർ കൺട്രീസിന് ഫിനാൻഷ്യൽ എയ്ഡ് കൊടുത്തു. പിന്നെ എന്താണ്, ഇന്റർ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ഒരുപാട് വന്നു, കോൺഫ്ലിക്റ്റ് ഒക്കെ മാറ്റാൻ വേണ്ടി. ഇനി നമുക്ക് ഓരോ ഓർഗനൈസേഷൻസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യമേ നമ്മൾ നോക്കാൻ പോകുന്നത് സാർക്കാണ്, അതായത് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ. അത് 1985-ലാണ് കൊണ്ടുവന്നത് സൗത്ത് ഏഷ്യയിൽ, അതായത് റീജിയണൽ കോപ്പറേഷൻ സൗത്ത് ഏഷ്യൻ കൺട്രീസിൽ കൊണ്ടുവരാൻ വേണ്ടി. 8 മെമ്പർ കൺട്രീസ് ഉണ്ട്: അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽഡീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക. പിന്നെ മെയിൻ ഒബ്ജക്റ്റീവ് സാർക്ക് എന്ന് പറയുന്നത് എന്താണ്, എക്കോണമിക്കൽ ആൻഡ് കൾച്ചറൽ ടൈസ് എൻഹാൻസ് ചെയ്യാനാണ് ഈ മെമ്പർ കൺട്രീസ് തമ്മിലുള്ള. ട്രേഡും അഗ്രികൾച്ചർ, എഡ്യൂക്കേഷനും ടെക്നോളജി എക്സ്ചേഞ്ചും ഒക്കെ ഉണ്ട്. പിന്നെ സാർക്ക് ഡെവലപ്മെന്റ് ഫണ്ട് ഉണ്ട്, അതായത് റീജിയണൽ ഡെവലപ്മെന്റിന് വേണ്ടി ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് ഫിനാൻസ് പ്രോജക്റ്റുകൾ, അതായത് ഫണ്ടിനുള്ള ഇത് കൊടുക്കുകയും ചെയ്യും. പിന്നെന്താണ്, പൊളിറ്റിക്കൽ ടെൻഷൻസ്, ഇങ്ങനെ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ പോലെയുള്ള കൺട്രീസുള്ള പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ ഇവർ കയറി ഇടപെട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ റീജിയണൽ ഇഷ്യൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പക്ഷേ ഈ ഓർഗനൈസേഷന് പറ്റുന്ന ഡീമെറിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ പ്രോഗ്രസ് ആണ് ഗോളൊക്കെ അച്ചീവ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റും ക്ലൈമറ്റ് ചേഞ്ച് ഇനിഷ്യേറ്റീവ്സിനൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഓർഗനൈസേഷൻ. പിന്നെ ഒബ്സർവർ കൺട്രീസും ഉണ്ട്, അതായത് ഇതിനകത്ത് ഇല്ലാത്ത ഒബ്സർവ് ചെയ്യുന്ന കൺട്രീസും ഉണ്ട്, അതായത് ചൈന, USA, ഈ യൂറോപ്യൻ യൂണിയനൊക്കെ ഇതിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് ഒബ്സർവ് ചെയ്ത് വെളിയിൽ നിന്ന് ഹെൽപ്പ് കൊടുക്കുന്ന കൺട്രീസും ഉണ്ട്. ഓക്കെ, സാർക്ക് യൂണിവേഴ്സിറ്റി ഉണ്ട് ഇന്ത്യയിൽ, അത് എഡ്യൂക്കേഷൻ കൊളാബറേഷന് വേണ്ടിയുള്ളതാണ്. ഹെൽത്ത് പ്രോഗ്രാംസും ഉണ്ട്, ട്യൂബർക്കുലോസ്, HIV, AIDS ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ. പിന്നെന്താണ്, ഇപ്പം ഒരുപാട് എക്സ്പേർട്ടുകൾ ബിലീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സാർക്കിന് ഒരുപാട് സ്ട്രക്ചറൽ റിഫോംസ് അല്ലെങ്കിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം, എന്നാലേ അത് എഫക്റ്റീവ് ആവത്തോളം എന്നാണ് പറയുന്നത്. അപ്പോൾ എക്കണോമിക് കോപ്പറേഷന് വേണ്ടിയും പൊളിറ്റിക്കൽ ഡിസ്പ്യൂട്ടൊക്കെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് ഹെൽപ്ഫുൾ ആവുന്നത്. അടുത്ത ആസിയാൻ, അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. ആസിയാൻ എന്ന് വെച്ചാൽ 1967-ലാണ് ഫോം ചെയ്തത്. പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്
എക്കണോമിക് കോപ്പറേഷൻ ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യ. അതിനുവേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്. 10 മെമ്പർ കൺട്രീസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഉണ്ട്. ഇന്തോനേഷ്യ, മലേഷ്യ ഉണ്ട്, ഫിലിപ്പീൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ്, പിന്നെ വിയറ്റ്നാം, ലയോസ്, മ്യാൻമാർ, കംബോഡിയ, ബ്രൂണൈ. പിന്നെ ആസിയാന്റെ പ്രൈമറി ഗോൾ എന്ന് വെച്ചാൽ റീജിയണൽ സ്റ്റെബിലിറ്റി, എക്കണോമിക് ഇന്റഗ്രേഷനുമാണ്. ആസിയാൻ ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറഞ്ഞൊരു അതായത് ഒരു ട്രേഡിനെ എൻകറേജ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പും കൂടിയുണ്ട് ഈ മെമ്പർ നേഷൻസിൻ്റെ ഇടയിൽ. പിന്നെ ആസിയാൻ അതുപോലെ തന്നെ ആസിയാൻ റീജിയണൽ ഫോറം ഉണ്ട്. അത് സെക്യൂരിറ്റി ഇഷ്യൂസിന് വേണ്ടി ഏഷ്യ പസഫിക് റീജിയണിൽ നിൽക്കുന്നതാണ്. പിന്നെ എക്കണോമിക് കോപ്പറേഷനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക് കോപ്പറേഷനൊക്കെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ടെററിസം പോലുള്ള കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും കോമ്പാറ്റ് ചെയ്യാനും ഇവർ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ആസിയാൻ എക്കണോമിക് കമ്മ്യൂണിറ്റി ഉണ്ട്, സിംഗിൾ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള മെമ്പർ കൺട്രീസിന് വേണ്ടി. എൻവയോൺമെന്റൽ കൺസർവേറ്റീവ്സും ഉണ്ട്, കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, പക്ഷേ ഈ റീജിയണൽ ഈ മെമ്പർ കൺട്രീസിൻ്റെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങൾ ഈ ആസിയാൻ യൂണിറ്റിയൊക്കെ ചലഞ്ച് ചെയ്യുന്നതാണ്. ഓക്കെ. പിന്നെ ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി, അതായത് OAU അല്ലെങ്കിൽ ആഫ്രിക്കൻ യൂണിയൻ, അത് 1963 ആഫ്രിക്കൻ നേഷൻസ് തമ്മിലൊരു യൂണിറ്റി കൊണ്ടുവരാൻ വേണ്ടിയാണ്. കൊളോണിയൽ റൂളിനെയൊക്കെ എൻഡ് ചെയ്യാനും ഇൻഡിപെൻഡന്റ് കൺട്രീസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നത്. പിന്നെന്താണ്, ആഫ്രിക്കൻ കൺട്രീസിലെ ഡീകോളനൈസേഷനെ പ്രൊമോട്ട് ചെയ്തത് ഈ ഒരു ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റിയാണ്, അല്ലെങ്കിൽ ആഫ്രിക്കൻ യൂണിയൻ എന്നുള്ള ഈ ഒരു ഓർഗനൈസേഷനാണ്. എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ കോപ്പറേഷൻ കൊടുത്തു. പിന്നെ ഈ 2002 ഈ OAU എന്നുള്ള പേരിനെ ആഫ്രിക്കൻ യൂണിയൻ എന്നാക്കി മാറ്റി. ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിയന് പകരം ആഫ്രിക്കൻ യൂണിയൻ എന്നാക്കി മാറ്റി. പിന്നെ ഇത് പീസ്, സെക്യൂരിറ്റി ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയാണ്. പിന്നെന്താണ്, ഈ ആഫ്രിക്കയിലുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ തടയാനൊക്കെ ഇവർ കുറേ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ആഫ്രിക്കൻ കോണ്ടിനെന്റൽ ഫ്രീ ട്രേഡ് ഏരിയ ഉണ്ട്, ട്രേഡിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഡെമോക്രസിയെയും ഗവർണൻസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇവർ വന്നിട്ടുണ്ട്. ഹെൽത്ത് ക്രൈസിസ്, അതായത് എബോള വൈറസ്, HIV, AIDS ഇതൊക്കെ ആഫ്രിക്കൻ കൺട്രീസിൽ കൂടുതലാണ്. അപ്പോൾ അതിനെയൊക്കെ തടയാൻ വേണ്ടി ഇവർ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ ആഫ്രിക്കൻ യൂണിയന്റെ അജണ്ട 2063 എന്ന് പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് പീസ് കീപ്പിംഗ് മിഷൻസ് ഉണ്ടായിരുന്നു ഇവർക്ക്. കറപ്ഷനും പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയൊക്കെ ഇവർ തടയുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്ത ഏഷ്യ പസഫിക് എക്കണോമിക് കോപ്പറേഷനാണ്. അതെന്ന് വെച്ചാൽ 1989 എസ്റ്റാബ്ലിഷ് ചെയ്ത് എക്കണോമിക് കോപ്പറേഷന് വേണ്ടിയാണ് ഏഷ്യ പസഫിക് റീജിയനിൽ. 21 മെമ്പർ കൺട്രീസ് ഉണ്ട്. യുണൈറ്റഡ് നേഷൻസും ചൈന, ജപ്പാൻ, ഓസ്ട്രേലിയ പോലുള്ളവരൊക്കെ മെമ്പേഴ്സാണ്. ഫ്രീ ട്രേഡും എക്കണോമിക് ഇന്റഗ്രേഷനുമാണ് ഇവരുടെ എയിം എന്ന് പറയുന്നത്. ട്രേഡ് ബാരിയേഴ്സ്, ടാരിഫ് റേറ്റ്സ് ഒക്കെ കുറച്ചിട്ടുണ്ട് ഇവർ. അതുപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയും ഇൻഫ്രാസ്ട്രക്ചർ, ടെക്നോളജി, ഇന്നവേഷന് വേണ്ടിയൊക്കെയാണ് നിൽക്കുന്നത്. എക്കണോമിക് പോളിസീസിനും കോപ്പറേഷനും ഒക്കെ ഇത് ഒരുപാട് പ്ലാറ്റ്ഫോമാണ്. ഇതൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ മീഡിയം സൈസ്ഡ് അല്ലെങ്കിൽ സ്മോൾ സൈസ്ഡ് എന്റർപ്രൈസസ് ഒക്കെ ഇതല്ലെങ്കിൽ ലോക്കൽ എക്കോണമിയൊക്കെ ബൂസ്റ്റ് ചെയ്യാൻ ഇവർ സഹായിച്ചിട്ടുണ്ട്. പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷനൊക്കെ ഇവർ ഫോക്കസ് കൊടുക്കുന്നുണ്ട്. ഡിജിറ്റൽ എക്കോണമിയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, കൊമേഴ്സിനെയൊക്കെ. പിന്നെന്താണ്, എക്കണോമിക് ഗ്രോത്ത്, ഇനിക്വാളിറ്റീസ് ഒക്കെ കുറയ്ക്കുക മെമ്പർ കൺട്രീസിലെ എക്കോണമീസിൽ, അതൊക്കെയാണ് ഇവരുടെ ഇതെന്ന് പറയുന്നത്. പിന്നെ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കുറയ്ക്കുക, ട്രേഡ് ഡിസ്പ്യൂട്ടുകൾ മാറ്റുക എന്നൊക്കെയുള്ളതാണ് ഈ എപ്പെക്കിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. പിന്നെ ഡിസാർമമെന്റ് ആൻഡ് ആംസ് കൺട്രോൾ ആണ് അടുത്തതെന്ന് പറയുന്നത്. ഡിസാർമമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ മിലിറ്ററി വെപ്പൺസ്, എക്യുപ്മെന്റ്സിനെയൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. ആംസ് കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രൊഡക്ഷൻ, പിന്നെ വെപ്പൺസിന്റെ പ്രൊഡക്ഷൻ, യൂസ്, ഇതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ട്രീറ്റി ഓൺ ദ നോൺ പ്രോളിഫറേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ന്യൂക്ലിയർ പ്രോളിഫറേഷനെ കുറയ്ക്കാൻ വേണ്ടിയാണ്. പിന്നെ കോംപ്രിഹെൻസീവ് ന്യൂക്ലിയർ ടെസ്റ്റ് ബാൻ ട്രീറ്റി ഉണ്ട്, CTBT. അത് ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ്, എക്സ്പ്ലോഷനെ എല്ലാം ബാൻ ചെയ്യുന്നതാണ്. കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ ഉണ്ട്. അത് കെമിക്കൽ വെപ്പൺസിന്റെ പ്രൊഡക്ഷനെയും അത് യൂസിനെയൊക്കെ പ്രോഹിബിറ്റ് ചെയ്യുന്നത്. ബയോളജിക്കൽ വെപ്പൺസ് കൺവെൻഷൻ ഉണ്ട്. അത് ഈ ബയോളജിക്കൽ വാർഫെയർ ത്രെറ്റിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ. പിന്നെ സ്ട്രാറ്റജിക് ആംസ് റിഡക്ഷൻ ട്രീറ്റി ഉണ്ട്, START. അത് US-ലും ഒക്കെ പിന്നെ റഷ്യൻ ന്യൂക്ലിയർ ആർസനൽസ് ഒക്കെ റെഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ആംസ് ട്രേഡ് ട്രീറ്റി ഉണ്ട്. അത് ഇന്റർനാഷണൽ ട്രേഡ് ഓഫ് കൺവെൻഷണൽ വെപ്പൺസിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ UN-ഉം ഇതുപോലെ തന്നെ ആംസ് കൺട്രോളിലൊക്കെ പങ്കെടുക്കുന്ന ആളുകളാണ്. പിന്നെ ഡിസാർമമെന്റ് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ വോർ, ആവശ്യമില്ലാത്ത കോൺഫ്ലിക്റ്റുകളൊക്കെ റെഡ്യൂസ് ചെയ്യും, അതിന്റെ റിസ്ക് ഒക്കെ കുറയ്ക്കുന്നതാണ്. പിന്നെ ലാറ്റിൻ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പീസും സ്റ്റെബിലിറ്റിയൊക്കെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെന്താണ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഒക്കെ ഈ വാർഫെയറിൽ പുതിയ ചലഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട് ഇവർക്കൊക്കെ. അപ്പോൾ ഈ ന്യൂക്ലിയർ ഡിസാർമമെന്റ് ആണ് ഇവരുടെ കൂടുതലായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ന്യൂക്ലിയർ ഇമ്പാക്റ്റ് ആയിരിക്കില്ല ഭയങ്കര കൂടുതലായിട്ട് വരുന്നത്. അത് കാരണം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചലഞ്ചസ് ഉണ്ടെങ്കിലും ഈ ഇന്റർനാഷണൽ കോർപ്പറേഷൻ വഴി അവർ ഗ്ലോബൽ പീസ് ആൻഡ് സെക്യൂരിറ്റി ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഓർഗനൈസേഷൻ.